The first narration I heard, I was blown over. I mean, I loved the very first narration. ഹലോ, ഈ പടക്കങ്ങൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അതിന് വിഷു ആയാലും ദീപാവലി ആയാലും ഈദ് ആയാലും പടക്കം പൊട്ടിച്ചാലേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ വലിയേട്ടൻ തലതൊട്ടപ്പനായിട്ടുള്ള ബോളിവുഡിനും പടക്കം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്തിടെ ഈദിന് അവരൊരു 350 കോടിയുടെ ശിവകാശി കൊണ്ട് മനോഹരമായിട്ട് പൊട്ടിച്ചു. പേരാണ് ബഡേ മിയ ഛോട്ടെ മിയ. ബഡേ മിയായിട്ട് അക്ഷയ് കുമാറും ഛോട്ടെ മിയ ടൈഗർ ഷ്രോഫും, അതെ ജാക്കി ഷ്രോഫിന്റെ മകൻ ടൈഗർ ഷ്രോഫും, വില്ലൻ കബീറായിട്ട് നമ്മുടെ രാജു, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ്. 350 കോടി ഒറ്റയടിക്ക് പൊട്ടിച്ച് തീർത്തപ്പോഴാണ് അവർക്ക് സമാധാനമായത്. വഷു ഭഗ്നാനി, ജാക്കി ഭഗ്നാനി തുടങ്ങി കുറേ പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ബഡേ മിയ ഛോട്ടെ മിയ. അപ്പോൾ ഇങ്ങനെ ഇവർ കണ്ടിന്യൂസ്ലി കാശ് പൊട്ടിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള പരിപാടിയാണെന്നാണ്. ഇതിനും വേണ്ടി ബ്ലാക്ക് മണി എവിടെ കിടക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇതിൽ ഓരോ കോടി വെച്ച് നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഒരു 100 കോടി പുണ്യം അവർക്ക് കിട്ടിയേനെ. അതിന് പറയും 350 കോടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ ഒഴുകി കളയാന്ന് വെച്ചാൽ, വെറുതെ പടക്കങ്ങളും വെടികൾക്കും വേണ്ടി തീർക്കുക എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ബോംബ് വന്നിരുന്നു. അത് അൾട്രാ പ്രോ മാക്സ് ബോംബായിരുന്നു. 450 കോടിയുടെ ആദി പുരുഷ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവന്മാർക്ക് സ്വന്തമായിട്ട് കമ്മട്ടം ഉണ്ടോ എന്നൊരു സംശയമാണ്. സ്വന്തമായിട്ട് കമ്മട്ടം ഇല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ എടുത്ത് കാശ് വീശാൻ തോന്നില്ലല്ലോ. 350 കോടിക്ക് എന്താണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ ഡയറക്ടർ അലി അബ്ബാസ് സഫറിനോട് തന്നെ ചോദിക്കണം. കക്ഷി മുമ്പ് നല്ല സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. സുൽത്താൻ, ടൈഗർ സിന്ദ, അതൊക്കെ മോശമല്ലാത്ത സിനിമകളായിരുന്നു. സുൽത്താൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. നല്ലൊരു സിനിമ, സൽമാൻ ഖാനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത സിനിമയാണ്. പക്ഷേ ബഡേ മിയ ഛോട്ടെ മിയ വന്നപ്പോൾ ഇവർക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. പിന്നെ ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് സുരക്ഷിതം, സേഫ് സോണായിട്ട് തോന്നുന്നതാണ് ഈ ദേശീയത, ദേശസ്നേഹം, ദേശസുരക്ഷ, ഇതൊക്കെ. അതിന് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദേശീയത തുളുമ്പുന്ന സിനിമകൾ കൊണ്ടുവന്ന് കോടികൾ വാരാറുമുണ്ട്. അവിടെ തന്നെയാണ് അലി അബ്ബാസ് സഫറും തൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ നോക്കിയത്. അപ്പോൾ ഈ ദേശീയത, ദേശീയ സുരക്ഷയൊക്കെ പറയുന്ന സിനിമകളിൽ ചില കോമൺ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ദേശത്തിനെതിരെ നിൽക്കുന്നത് വിദേശികളായിരിക്കില്ല, മിക്കവാറും ഇന്ത്യക്കാരായ ആരെങ്കിലും തന്നെയായിരിക്കും. ഇന്ത്യക്കാർ തീവ്രവാദികളായി മാറി ഇന്ത്യയിൽ, അതും വലിയ വലിയ സ്ഥാപനങ്ങൾ, ആർമിയിലോ റോയിലോ ഒക്കെ ജോലി ചെയ്യുന്നവർ ഇന്ത്യക്കെതിരെ തിരിയുന്നതാണ് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം, ഇഷ്ടപ്പെട്ട ഹോബി. ഇപ്പോൾ മേഹൂന സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഡോ പാക് സൗഹൃദം ഇഷ്ടപ്പെടാത്ത ഒരു ആർമി ഓഫീസറായിരുന്ന വില്ലൻ സുനിൽ ഷെട്ടി. നമ്മുടെ ഷാരൂഖ് ജിയുടെ പഠാൻ എടുത്താൽ മുൻ റോ ഏജന്റായ ഒരാളാണ്. റോയ്ക്കെതിരെ തിരിഞ്ഞ, ഇന്ത്യക്കെതിരെ തിരിഞ്ഞ ഇന്ത്യയെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത ജോൺ അബ്രഹാം ആയിരുന്നു വില്ലൻ. അദ്ദേഹം മുൻ റോ ഏജന്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ഒരു മുൻ സയന്റിസ്റ്റ്, ആർമിക്ക് വേണ്ടി ക്ലോണുകളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, വേറെ എന്തൊക്കെയോ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സയന്റിസ്റ്റാണ് നമ്മുടെ മുഖം മൂടിയിട്ട വില്ലൻ കബീർ അഥവാ നമ്മുടെ രാജു. അപ്പോൾ എന്തായാലും ഇന്ത്യക്കെതിരെ തിരിയുന്നത് ഇന്ത്യക്കാരായിരിക്കും. ഇന്ത്യയുടെ വലിയ സ്ഥാപനങ്ങളിൽ വലിയ പൊസിഷനിൽ ജോലി ചെയ്തിരുന്നവരായിരിക്കും. കാരണം വലിയ പൊസിഷനിൽ ജോലി ചെയ്താലേ അവർക്ക് റിസോഴ്സ് കിട്ടും, അവർക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്നും കഴിവുണ്ടെന്നും നമുക്ക് തോന്നും. സാധാരണക്കാർ വന്നാൽ എന്ത് വില്ലനാണ്. ഇതും 2 നായകന്മാരുണ്ട്. 2 പേർക്കും എതിരെ പിടിച്ചു നിൽക്കാൻ സൗത്തിൽ നിന്ന് തന്നെ ഒരാളെ ഇറക്കണം. സൗത്തിൽ നിന്ന് ഒരാളെ ഇറക്കി കഴിഞ്ഞാൽ സൗത്തിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു തെറ്റിദ്ധരിച്ചു. പക്ഷേ സൗത്തിൽ മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ, സൗത്തിൽ സിനിമ കാണണമെങ്കിൽ സിനിമ നല്ലതായിരിക്കണം എന്നുള്ള കാര്യം അവർ മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും ക്ലോണുകളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് വില്ലൻ. ഇദ്ദേഹത്തിൻ്റെ ക്ലോൺ പണി ഇന്ത്യ ഗവൺമെൻറ്റിന് ആദ്യം ഇഷ്ടമായിരുന്നു. പക്ഷേ കോൺഷ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യ എന്ത് ചെയ്താലും സത്യസന്ധമായ ചെയ്യൂ, ഓണസ്റ്റ് ആയിട്ടേ ചെയ്യൂ, തരികിട്ട പരിപാടികൾ ഒന്നും ചെയ്യില്ല എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി പറയുന്നത്. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിന് പിൻവാങ്ങേണ്ടി വന്നു. സയൻറ്റിസ്റ്റ് അതിനുശേഷം പ്രതിജ്ഞ എടുത്തു രാജ്യത്തിനെ നശിപ്പിച്ച് അടങ്ങുമെന്ന്. അങ്ങനെയാണ് ആ സയൻറ്റിസ്റ്റ് കണ്ടവരുടെ എല്ലാം ക്ലോൺ ഉണ്ടാക്കുകയാണ്. ആൾറെഡി 144 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. ഇന്ത്യ ഇപ്പോൾ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ്. അതിൻ്റെ കൂടെ ഈ ക്ലോണുകളെയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല മിസ്റ്റർ. ആ ക്ലോണുകളെ ഉണ്ടാക്കുന്നതിന് പകരം ഓൾറെഡി ഉള്ള ഇന്ത്യക്കാരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവരെ ആർമിയിൽ ഉപയോഗിച്ചുകൂടെ? ഓക്കെ, സാധാരണക്കാർ മരിക്കുന്നതുകൊണ്ടാണുള്ള പ്രശ്നമാണെങ്കിൽ വേണ്ട, നിങ്ങൾ ക്ലോണുകളെ തന്നെ ഉപയോഗിച്ചു. പക്ഷെ അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെയെങ്ങാനും കൊണ്ടുപോയി താമസിപ്പിക്കണം. ഇവിടെ താമസിക്കാൻ ഓൾറെഡി സ്ഥലമില്ല. ഇവിടെ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ വായുവും ഭക്ഷണവും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ക്ലോണുകളെയും കൂടെ കൊണ്ട് നിങ്ങൾ വരുന്നത്. എന്തായാലും അവസാനം ക്ലോണുകൾ, നായകന്മാരുടെയും ക്ലോണുകൾ, വില്ലന്മാരുടെയും ക്ലോണുകൾ, കണ്ടവന്മാരുടെയും എല്ലാം ക്ലോണുകൾ, നായകനും ക്ലോൺ വില്ലന്മാരും കൂടെയുള്ള അടിയിൽ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് ആകെ ടെൻഷനാണ്. അപ്പോൾ അവസാനം നമ്മളും തീരുമാനിക്കും നായകൻ ജയിച്ചാൽ എന്താ, ക്ലോൺ ജയിച്ചാൽ എന്താ. ജയിക്കുന്നതും
ജീവനോടെ തിരിച്ചു വരുന്നതും ഈ അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും തന്നെയല്ലേ. അപ്പോൾ പിന്നെ ആര് ജയിച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ടെക്നോളജി എത്ര പുരോഗമിച്ചാലും, എത്രയൊക്കെ വെപ്പൺസ് വന്നാലും, എന്തൊക്കെ തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നാലും അവസാനം യുദ്ധം ജയിക്കുന്നത് കൈകൊണ്ടും കാലുകൊണ്ടും ഉള്ള അടി, ഇടി, വെടി തുടങ്ങിയ പരിപാടികൾ കൂടെ മാത്രമായിരിക്കും. എങ്കിലേ കാണുന്ന പ്രേക്ഷകനൊരു സുഖം കിട്ടൂ. പിന്നെ ഈ സിനിമ വൻ ഹിറ്റാവുമെന്ന് നമ്മുടെ ഡയറക്ടറിന് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവസാനം നായകൻ ചാവുന്നില്ല, കബീർ ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി സെക്കൻഡ് പാർട്ട് ഇറക്കാനുള്ളതല്ലേ, ഇതിന്റെ സീക്വൽ ഇറക്കാനുള്ളതല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, സിനിമ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇതിന്റെ സീക്വലിന്റെ കാര്യം ഖുദാ ഗവാ. അപ്പോൾ സമയം ഇഷ്ടം പോലുള്ളവർക്ക് സീരിയസ് ആയിട്ട് എടുത്ത കോമഡി പടം കണ്ട് ചിരിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കണ്ടോളൂ. ബഡേ മിയ ചോട്ടെ മിയ, എന്ത് കഷ്ടം മിയ. താങ്ക് യു. But much like, so I don't know if can I let out the secret that this is in plans to be a franchise? Okay, so this is very much planned to be a franchise, and I would love to see the next part of this franchise, honestly.